പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കാര്യങ്ങൾ കുറച്ച് കുഴഞ്ഞു മറിയും കേട്ടോ. ഓണം ഇക്കുറി നല്ല വിലക്കയറ്റത്തിലാണ്. സംസ്ഥാനത്ത് വീണ്ടും അരിവില കുതിക്കുകയാണ്. ഒരു മാസത്തിനിടെ കിലോയ്ക്ക് 5 മുതൽ 10 രൂപ വരെയാണ് വർധന. ഇന്ധനവില കൂടിയതും കാലാവസ്ഥാ വ്യതിയാനവും തിരിച്ചടിയായപ്പോൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന അരിയുടെ ലഭ്യതയും കുറഞ്ഞു. സുരേഖ അരി കിലോയ്ക്ക് 52 രൂപയിൽ നിന്ന് 56 ആയി. ജയ അരി 51 രൂപയിൽ നിന്ന് 55 രൂപയായി ഉയർന്നു. ആദ്യം നമുക്ക് സുനിഷ എല്ലു തയ്യാറാക്കിയ റിപ്പോർട്ട് ഒന്ന് കണ്ടുവരാം. വിലക്കയറ്റമാണ്, സൂക്ഷിക്കും. സംസ്ഥാനം ഇങ്ങനെ ഓണക്കാലത്തിലേക്ക് അടുക്കുകയാണ്. പക്ഷേ അരിയുടെയും മറ്റ് സാധനങ്ങളുടെയും ഒക്കെ വില അങ്ങ് ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ്. കാരണം ഇപ്പോൾ ഈ സുലേഖ എന്നൊക്കെ പറയുന്ന അരി എല്ലാവരും പെട്ടെന്ന് വേകുന്ന അരി എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് വാങ്ങിക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതിനൊക്കെ ഇത്രയും വില പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ 5-6 രൂപ കിലോയ്ക്ക് കൂടുമ്പോഴത്തേക്കും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഓണക്കാലം കൂടി അടുത്തതുകൊണ്ടേ ആളുകളെല്ലാം സദ്യ ഒരുക്കി വീട്ടിൽ ആഘോഷമാക്കാനുള്ളതാണ്. പക്ഷെ അതിനിടയിലാണ് അരിക്ക് വില കൂടിയത് ഒന്ന് മാത്രമല്ല, മറ്റെല്ലാം സഞ്ചരിച്ച് പറഞ്ഞതുപോലെ പഞ്ചസാര, അവലായാലും എല്ലാത്തിനും വില കൂടുക. അതിപ്പോൾ അറിയാലോ, നമ്മളെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖങ്ങൾ കൂടി വരുന്ന സാഹചര്യമാണ്. കൂടുതലും ഷുഗർ പേഷ്യൻസ് ആണ്. അപ്പോൾ അവർ കഴിക്കുന്നതാണ് കൂടുതലും മില്ലറ്റ് ഐറ്റംസ് എല്ലാം. നമ്മൾ ഈ ആഴ്ച വരുന്ന റേറ്റ് ആയിരിക്കില്ല അടുത്ത പ്രാവശ്യം. അത് നല്ല ഭയങ്കര ഒരു ഹൈക്കാണ് പെട്ടെന്ന് ഉണ്ടാകുന്നത്. സാധാരണക്കാർക്ക് എന്താ പറയുക, ഓരോ ദിവസം അവർക്ക് കൊണ്ടുപോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം ഇത്രയും വില കൂടുന്ന സമയത്ത് നമ്മുടെ അതായത് കൂലിപ്പണി ചെയ്യുന്നവർക്കും പൈസ കൂടുന്നില്ല, നമ്മളെ ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും സാലറി കൂടുന്നില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ വരുമ്പം വളരെ പ്രയാസം തന്നെയാണ്. ഓരോ ദിവസം മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ടാണ് പോകുന്നത്. ഇവർ പറഞ്ഞതുപോലെ കടകളിലേക്ക് ആളുകൾ എത്തുന്നത് കുറയുന്നുണ്ട്. ഒപ്പം തന്നെ സാധനങ്ങൾ വാങ്ങുന്നത് നേരത്തെ 1 കിലോയും 2 കിലോയും ഒക്കെ വാങ്ങുമ്പോൾ അത് 1/2 കിലോ ഒക്കെ ആയിട്ട് കുറയ്ക്കുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായി നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ ഈ അരിയൊന്നും ഇല്ലാതെ ചോറൊന്നും വെക്കാതെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമല്ലല്ലോ. അപ്പോൾ വിലക്കയറ്റം അത് വലിയ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. നേരത്തെ ഇന്ധനവില വർധനവിൽ തന്നെ പൊറുതിമുട്ടുകയായിരുന്നു. അതിനിടയിലാണ് സാധനങ്ങൾക്കൊക്കെ വില കൂടുന്നൊരു സാഹചര്യം ഉള്ളത്. ഏതായാലും നിലവിൽ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് കടക്കുന്നു. ചേച്ചി പറഞ്ഞതുപോലെയാണെങ്കിൽ ഒരു ദിവസം തന്നെ 5, 6, 8 രൂപയും ഒക്കെയാണ് ഈ വില വർധനവ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇതിങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ അരിക്കും മറ്റ് സാധനങ്ങൾക്കും ഒക്കെ വില വർധനവ് ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. ഏതായാലും സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതുണ്ട് എന്നുള്ളതാണ്, ഇടപെടുമെന്നുള്ളതാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. FCI ഒക്കെ മാർക്കറ്റിൽ ഈ വിലക്കയറ്റം തടയാനുള്ള നീക്കങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഓണക്കാലം കൂടി ആയതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആളുകളെ കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അരിയുടെ വില കൂടുന്നു, പഞ്ചസാരയുടെ വില കൂടുന്നു, മുട്ടയുടെ വില കൂടുന്നു, പച്ചക്കറിയുടെ വില കൂടുന്നു, ബീഫിൻ്റെ വില പിന്നെ കൂടുന്നു. ഇങ്ങനെയാണ് മൊത്തത്തിൽ വിലക്കയറ്റം.